ഹലോ ഗൈസ്, നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് GST ഇൻവോയ്സ്. ഓൾമോസ്റ്റ് എന്തായിട്ടും പർച്ചേസ് ചെയ്ത പോലെ GST ചാർജ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ GST ഇൻവോയ്സിനെ എങ്ങനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണം, അതിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു സാമ്പിൾ ഇൻവോയ്സ് ആണ്. ഈ സാമ്പിൾ ഇൻവോയ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരാണോ ടാക്സ് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത വ്യക്തിയുടെ ഇൻഫർമേഷൻസ് ആണ്. പേരും അഡ്രസ്സും കോൺടാക്ട് ഇൻഫർമേഷൻസ് തന്നെയാണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതൊരു കമ്പനി ആയിരിക്കാം, ഫേം ആയിരിക്കാം, ഇൻഡിവിജ്വൽ ആയിരിക്കാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കളക്ട് ചെയ്യുന്നത്. സോ ആ കമ്പനിയുടെ ക്രെഡൻഷ്യൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. GST നമ്പർ, സ്റ്റേറ്റ് നെയിം എന്താണ്, ഏത് സ്റ്റേറ്റിലാണ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത്, കോർപ്പറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും, ടാൻ നമ്പർ ഉണ്ടാവും, പാൻ നമ്പർ ഉണ്ടാവും. ഓക്കെ, അടുത്തതായിട്ട് ഇൻവോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ സ്പെസിഫിക് ഇൻവോയ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, റെഫറൻസ് നമ്പർ, പ്ലേസ് ഓഫ് സപ്ലൈ, ഡ്യൂ ഡേറ്റ്. പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് വെച്ചാൽ, കേരളത്തിലാണ് ഈ കമ്പനി രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ, കേരളത്തിലാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ SGST ആൻഡ് CGST ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. ബട്ട് വേറൊരു സ്റ്റേറ്റിലാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ IGST ആയിരിക്കും കമ്പനി കളക്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ SGST എന്താണ്, CGST എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു കൺസ്യൂമർ ആണെങ്കിൽ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വന്നുകൊള്ളുന്നില്ല. ബട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് അഡ്രസ്സും ഈ ബില്ലിംഗ് അഡ്രസ്സും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സാധാരണ ഷോപ്പിൽ നിന്ന് ഇത് വന്നുകൊള്ളുന്നില്ല. ബട്ട് നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ, ഈവൻ ഓൺലൈൻ പർച്ചേസ് ആണെങ്കിലും ഓഫ്ലൈൻ സാധാരണ പർച്ചേസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ GST നമ്പർ ഈ ഇൻഫർമേഷൻ്റെ ഉള്ളിൽ വരാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഈ GST നമ്പർ വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ GST വെബ്സൈറ്റിൽ പോയിട്ട് GSTR 2A എന്ന് പറയുന്ന ഫോം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ക്രെഡിറ്റ് നമുക്ക് അവർ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഡിഫറൻ്റ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം നിങ്ങൾ ഏത് അഡ്രസ്സിലാണോ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത് ആ അഡ്രസ്സായിരിക്കും എപ്പോഴും ബില്ലിംഗ് അഡ്രസ്സായിട്ട് വരുന്നത്. ബട്ട് പ്രൊഡക്ട്സ് എവിടേക്കാണ് ഡെലിവറി ചെയ്യുന്നത് അതായിരിക്കും ഷിപ്പിംഗ് അഡ്രസ്സായിട്ട് വരിക. അടുത്തതായിട്ട് പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതാണ് ഒരു GST ഇൻവോയ്സിൻ്റെ വളരെ മെയിൻ ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. നോക്കുകയാണെങ്കിൽ ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒരു HP ലാപ്ടോപ്പ്, ഒരു വയർലെസ് മൗസുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ HSN കോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ HSN കോഡ് എല്ലാ പ്രൊഡക്റ്റിനും ഡിഫറൻ്റ് ആയിരിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ടാക്സ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഒക്കെ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേറൊന്നും ചെയ്യേണ്ട, വളരെ സിമ്പിളാണ്. ഈ കോഡ് നമ്മൾ ജസ്റ്റ് വെറുതെ കോപ്പി ചെയ്യാം, എന്നിട്ട് ഗൂഗിളിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് HSN കോഡ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ ആണ്. 18% ആണ് GST റേറ്റ്. വളരെ സിമ്പിളായിട്ട് നമുക്കത് വെരിഫൈ ചെയ്യാം. അടുത്തതായിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി ആണ്. HP ലാപ്ടോപ്പ് 2 ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. റേറ്റ് ഉണ്ട്, ഒരു ഐറ്റത്തിന് എത്രയാണ് റേറ്റ് വന്നിരിക്കുന്നത്. 40,000 ആണ് ഒരു HP ലാപ്ടോപ്പിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അലോ ചെയ്തിരിക്കുന്ന ഡിസ്കൗണ്ട് ആണ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് കഴിഞ്ഞതിന് ശേഷം 40,000 മൾട്ടിപ്ലൈ ബൈ 80,000 മൈനസ് 2,000 78,000 ആണ് ടാക്സബിൾ വാല്യൂ വന്നിരിക്കുന്നത്. എപ്പോഴും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും ടാക്സബിൾ വാല്യൂ. അതിന് മുകളിലാണ് എപ്പോഴും GST റേറ്റ് ചാർജ് ചെയ്യാറുള്ളത്. ചില ഇൻവോയ്സുകൾ അത് തെറ്റായിട്ട് കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ഇൻവോയ്സുകളിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഫിഗറിലാണ് ടാക്സ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇപ്പോൾ GST റേറ്റ് 18%. 78,000-ൻ്റെ 18% GST വരുന്നത്. ഇതിൽ പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റും പകുതി സെൻട്രൽ ഗവൺമെൻറ്റുമാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇത് കളക്ട് ചെയ്യുന്ന സമയത്ത് SGST എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്, CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. ഇനി ഇത് കൂടാതെ തന്നെ ഒരു IGST എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഇത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന സമയത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്. അപ്പോൾ 18% ആണ് ടാക്സ് റേറ്റ് വരുന്നതിൽ അതിൻ്റെ 9% എന്ന് പറയുന്നത് CGST, 9% SGST ആയിരിക്കും. 50-50 രീതിയിലാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ 9%-ൻ്റെ കാൽക്കുലേഷൻ ഇവിടെയുണ്ട്, 9% ഇവിടെയുണ്ട്. ഓക്കെ, ഇത് കൂടാതെ തന്നെ കേരളത്തിലാണ് സെയിൽസ് നടക്കുന്നതെങ്കിൽ കേരള ഫ്ലഡ് സെസ് 1% എക്സ്ട്രാ വരുന്നതായിരിക്കും. അത് ടാക്സബിൾ വാല്യൂവിൻ്റെ മുകളിൽ 1% എക്സ്ട്രാ വരുന്നതായിരിക്കും. സോ 78,000 × 1% 780 റുപ്പീസാണ് കേരള ഫ്ലഡ് സെസ് വരുന്നത്. ഇത് കേരളത്തിൽ സെയിൽ ചെയ്യുന്ന ഐറ്റംസിന് മാത്രമാണ് വരുള്ളൂ, വേറെ സ്റ്റേറ്റുകളിലൊന്നും വരില്ല. ഓക്കെ, സോ അതിൻ്റെ ടോട്ടലാണ് കൊടുത്തിരിക്കുന്നത് 92,820. ഇനി മൗസിൻ്റെ കേസാണ്, ഇത് ഞാൻ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് ടോട്ടലിലേക്ക് പോവാം.
സോ ഇവിടെ ടോട്ടൽ എമൗണ്ട് എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സമ്മറി നമുക്ക് ഇൻവോയ്സിൽ കാണാൻ പറ്റും. സോ മൊത്തത്തിലെ ടാക്സബിൾ വാല്യൂ എത്രയാണ്, അതിന് ചാർജ് ചെയ്തിരിക്കുന്ന SGST, CGST, IGST എത്രയാണ്, പ്ലസ് കേരള ഫിൽസസ് എത്രയുണ്ട്, എന്നിട്ട് ടോട്ടൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇതേ വാല്യൂ തന്നെ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും, അതും കാണാൻ സാധിക്കുന്നതാണ്. ഇനി എല്ലാ ഇൻവോയ്സിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ചില ഇൻവോയ്സുകളിൽ ഓൺലൈൻ മോഡ് ഓഫ് പേയ്മെൻറ്റ് പ്രിഫർ ചെയ്യുന്ന ആളുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. പ്ലസ് മുകളിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റ് ആണെന്നുള്ളൊരു ഡിക്ലറേഷൻ കൂടി GST ഇൻവോയ്സിലുണ്ടാവും. ഒരു ഓതറൈസ്ഡ് സിഗ്നേറ്ററി അത് സൈനും ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് സാധാരണ ഒരു GST ഇൻവോയ്സിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഐറ്റംസ്. ഇതിങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൽ നിന്ന് എന്തൊക്കെ ഐറ്റംസ് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് GST നമ്പറിലേക്ക് പോകാം. GST നമ്പറിൽ ആദ്യത്തെ 2 ലെറ്റർ 32 അത് കേരള സ്റ്റേറ്റിൻ്റെ കോഡാണ്. ഓക്കെ, ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് GST കോഡായിരിക്കും ഉണ്ടാവും. അപ്പോൾ 32 കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് കേരള സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ടാക്സ് പെയർ ആണ്. അത് നെക്സ്റ്റ് ആയിട്ട് അടുത്തത് കാണുന്ന 10 ഡിജിറ്റ്സ് ഉണ്ടാവും. ആ 10 ഡിജിറ്റ്സ് നിങ്ങളുടെ പാൻ നമ്പർ ആയിരിക്കും, അതായത് സപ്ലൈ ചെയ്യുന്ന ആളുടെ പാൻ നമ്പർ ആയിരിക്കും. സോ ഈ പാൻ നമ്പറിൽ 4ാമത്തെ ഡിജിറ്റ്, ഓക്കെ, ഇവിടെ C എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ C എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനി എന്നാണ്. ഓക്കെ, പാൻ നമ്പർ നമുക്കറിയാം പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ, ഇൻകം ടാക്സ് റിലേറ്റഡ് ആണ്. സോ ഒരു കമ്പനി ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ബിസിനസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ്. ഇത് P ആണെങ്കിൽ നമുക്കതൊരു പേഴ്സൺ, ഇൻഡിവിജ്വൽ ആണെന്ന് മനസ്സിലാക്കാം. F ആണെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഇൻകം ടാക്സ് പ്രിഫർ ചെയ്യുന്ന കുറച്ച് ക്ലാസ് ഓഫ് പേഴ്സൺസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, then അടുത്തത് 5ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ പാൻ ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അയാളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും 5ാമത്തെ ഡിജിറ്റ് ആയിട്ട് വരുന്നത്. 13ാമത്തെ ഡിജിറ്റാണ് 1 എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം കേരളത്തിൽ എത്ര GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് എന്നാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഒരു രജിസ്ട്രേഷൻ മാത്രമേ കേരളത്തിൽ എടുത്തിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് GST നമ്പറിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഈ GST നമ്പർ ഉപയോഗിച്ചുകൊണ്ട് GST വെബ്സൈറ്റിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ സപ്ലയർ കറക്റ്റായിട്ട് GST റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളൊരു കൺസ്യൂമർ ആണെങ്കിലും കുഴപ്പമില്ല, GST വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ആ ഇൻഫർമേഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ GSTയുടെ വെബ്സൈറ്റിലേക്ക് ഒന്ന് വരാം. www.gst.gov.in എന്ന വെബ്സൈറ്റിലേക്ക് വരിക. അവിടെ സെർച്ച് ടാക്സ് പെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബൈ GST IN എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻവോയ്സിൻ്റെ GST നമ്പർ ഒന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം അവിടെ ക്യാപ്ച കോഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സെർച്ച് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ലീഗൽ നെയിം ഓഫ് ബിസിനസ്, ട്രേഡ് നെയിം. അപ്പോൾ ലീഗൽ നെയിം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളുടെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ട്രേഡ് നെയിം എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് പേരിലാണോ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഷോപ്പിൻ്റെ പേരായിരിക്കാം. എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഏത് ഡേറ്റ് മുതലാണ് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിസിനസ് പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്, അതായത് കമ്പനിയാണോ ഫേം ആണോ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ നമുക്കറിയാൻ പറ്റും. ഇദ്ദേഹം യൂസ് ചെയ്യുന്നത് പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. ഓക്കെ, ദെൻ GST IN സ്റ്റാറ്റസ്, ഇപ്പോഴും GSTയിൽ ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് പറയാൻ സാധിക്കും. ടാക്സ് പെയർ ടൈപ്പ്, 2 ടൈപ്പ് GST സ്കീമുകളാണുള്ളത്. ഒന്ന് റെഗുലർ ടാക്സ് പേയിങ് സ്കീമും 2 കോമ്പോസിഷൻ ടാക്സ് പേയിങ് സ്കീമാണ്. ഇദ്ദേഹം ഫോളോ ചെയ്യുന്ന കോമ്പോസിഷൻ ടാക്സ് പേയിങ് സ്കീമാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ആൻഡ് അതർ ഓഫീസ് എന്ന് പറഞ്ഞ 2 ഹെഡ് ഉണ്ട്. ഇദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ് ആണ്. GST അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയിക്കാമെന്നാണ്. അടുത്തായിട്ട് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആണ്. ഇദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ് അഡ്രസ്സാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് അഡ്രസ്സ് ആയിരിക്കാം, ഷോപ്പിൻ്റെ അഡ്രസ്സ് ആയിരിക്കാം. ഓക്കെ, അടുത്തതായിട്ട് അദ്ദേഹം ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, ഈ ടാക്സ് പെയർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇവിടെ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ബിസിനസ് ആണ് ചെയ്യുന്നത്. ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, എന്തൊക്കെ ടൈപ്പ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ HSN നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഷോ ഫയലിംഗ് ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ റിട്ടേൺ ഫയലിംഗ് സ്റ്റാറ്റസുകൾ നമുക്കറിയാവുന്നതാണ്. ഡേറ്റ് ഓഫ് ഫയലിംഗ് അടക്കം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് ഇൻവോയ്സ് ഒരു കമ്പനിയുടെ ആണെന്ന് വിചാരിക്കുക. ഒരു പബ്ലിക് ലിമിറ്റഡോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡോ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ മാസ്റ്റർ ഡാറ്റ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും.
MCAയുടെ വെബ്സൈറ്റിൽ, അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ആ കമ്പനിയുടെ ഡീറ്റെയിൽസും കൂടി വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഗൂഗിളിലേക്ക് വരാം, MCA എന്ന് ടൈപ്പ് ചെയ്യുക. ലാസ്റ്റ് സെക്ഷനിലായിട്ട് വ്യൂ കമ്പനി ഓർ LLP മാസ്റ്റർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ കയ്യിൽ കമ്പനിയുടെ CIN, അതായത് കോർപ്പറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി തന്നെ സെർച്ച് ചെയ്യാം. ഡാബർ എന്ന കമ്പനി സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഡാബർ ഞാൻ സെർച്ച് ചെയ്യാണ്. സോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഡാബർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. നമ്മൾ സെർച്ച് ചെയ്യുന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോർപ്പറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇവിടെ വന്നു കഴിഞ്ഞു. സബ്മിറ്റ് കൊടുക്കുക. സോ നമുക്കിവിടെ കമ്പനിയുടെ മാസ്റ്റർ ഡാറ്റ വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഉദാഹരണത്തിന് ഓതറൈസ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ക്ലാസ് ഓഫ് കമ്പനി, അതുപോലുള്ള ഡീറ്റെയിൽസ് ആണ്. ഏത് കൊല്ലമാണ് ഫോം ചെയ്തത്, അഡ്രസ്, രജിസ്റ്റേർഡ് അഡ്രസ്സ് ഏതാണ്, ഇതെല്ലാം തന്നെ അവിടെ അറിയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് കമ്പനിയുടെ അസറ്റ്സിന് മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാർജസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സും അവരുടെയൊക്കെ DIN നമ്പേഴ്സും ഏത് ഡേറ്റ് മുതലാണ് അവർ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആയത് എന്നുള്ള ഡീറ്റെയിൽസ് അവരോട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമുക്കിവിടെ ഒരു അമിത് ബർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഡയറക്ടറുടെ ഡീറ്റെയിൽസ് അറിയണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ DIN നമ്പറിൻ്റെ നേരെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഡയറക്ടറാണോ, എന്ന് മുതലാണ് ആ കമ്പനിയുടെ ഡയറക്ടർ ആയത് എന്ന് കൂടി നമുക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. സോ അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്കൊരു കമ്പനിയെ പറ്റി അറിയാൻ സാധിക്കുക. ഇനി ഈ കമ്പനി ലിസ്റ്റഡ് കമ്പനിയാണെന്ന് വിചാരിക്കുക, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ, അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ നമുക്ക് ടിക്കർ ടേപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ആ കമ്പനിയുടെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഡാബർ കമ്പനിയുടെ തന്നെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കാം. ഇത് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഡാബർ എന്ന് പറയുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇവിടെ കമ്പനിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ആനുവൽ റിപ്പോർട്ട്സും നമുക്ക് ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ തുടങ്ങിയത് ഒരു സാധാരണ ടാക്സ് ഇൻവോയ്സിൽ നിന്നാണ്. അതിൽ നിന്ന് അത്യാവശ്യം ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളും പ്ലസ് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.